എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സിന്റെ 4ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് അതിൽ ലെറ്റസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. എ വുഡൻ ബ്ലോക്ക് കണ്ടെയ്ൻസ് മെർക്കുറി ബിറ്റ്വീൻ ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. എ ഫ്രീലി റൊട്ടേറ്റിംഗ് ടൂത്ത്ഡ് വീൽ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ മെർക്കുറി when the electric current is passed through the wheel. എന്താണ്? നോർത്ത് സൗത്ത് എന്നീ ധ്രുവങ്ങൾക്കിടയിലായ തടിക്കഷ്ണത്തിൽ ഒരു മെർക്കുറി ഉണ്ട്. മെർക്കുറിയെ സ്പർശിച്ച് നിൽക്കുന്ന സ്വതന്ത്രമായി കറങ്ങാൻ കഴിയുന്ന ലോഹ പൽചക്രത്തിലൂടെ വൈദ്യുതി കടത്തിവിടുന്നു. നിങ്ങൾ ഈ ചിത്രം നോക്കുക കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്ന ഒരു വുഡൻ ബ്ലോക്കിൽ എന്താണ് വെച്ചിരിക്കുന്ന ഒരു മെർക്കുറി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൻ ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഒരു പൽചക്രാണ്, ഒരു മെറ്റലിന്റെ പൽചക്രാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിയേ, സ്വിച്ച് ഓൺ ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കറണ്ട് ഇതാ ഈ രീതിയിലാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. കറണ്ട് ഈ രീതിയിൽ ഫ്ലോ ചെയ്ത് ഈ പൽചക്രത്തിന്റെ സെന്ററിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ മെറ്റലിലൂടെ. അപ്പോൾ കറണ്ട് ഇതാ ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ദെൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കിയാൽ നോർത്ത് സൗത്ത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ വീൽ റൊട്ടേറ്റിംഗ്. ഈ വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും അതിന്റെ ജസ്റ്റിഫിക്കേഷനും പറയാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നോക്കുക, കറന്റ് ഫ്ലോ ചെയ്യുന്ന താഴോട്ടാണ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആ ഒരു രീതിയിൽ. ഇവിടെ നമ്മൾ ഏത് റൂളാണ്? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, കറന്റ് ദാ താഴോട്ടാണ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ദാ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ. 3 വിരലുകളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഉണ്ടാകുന്നത് എങ്ങോട്ടായിരിക്കും? ദാ ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും ഫോഴ്സ് ഉണ്ടാകുന്നത്. അതായത് ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങോട്ടായിരിക്കും ഫോഴ്സ് ഉണ്ടാകുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ട്, കറണ്ട് താഴോട്ടാണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇതാ നോക്കിയേ, ഈ പൽചക്രത്തിന്റെ ഓരോ ടൂത്ത് ഉണ്ടല്ലോ, ഈ ചക്രത്തിന്റെ ഓരോ പല്ലുകളും ഈ മെർക്കുറി ഒരു സമയം ഒരു പല്ല് ഇവിടെ കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിലേക്കാണ് നമ്മൾ കറണ്ട് വരുന്നത്. അപ്പോൾ കറണ്ട് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് നമ്മൾ, അതായത് റൈറ്റിലേക്കാണെന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടല്ലോ പറഞ്ഞത്? വേറൊരു ചിത്രം ഇവിടെ കാണിക്കാം. ഇവിടെ നോക്കുക കേട്ടോ. അവിടെ നോക്കിയാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഇതാ ഈ കൈ കൊടുത്തിരിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ദെൻ കറണ്ട് താഴോട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. കറണ്ട് ഇങ്ങോട്ടാണ്, കറണ്ട് ഇങ്ങോട്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഈ ഒരു രീതിയിലാണ്. ദെൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ തമ്പ്, നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ അറിയാം അല്ലേ, നമ്മുടെ തമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് ആ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആ ഫോഴ്സ് മൂലം ഈ ഇതുണ്ടല്ലോ, ഈ പല്ലുണ്ടല്ലോ, ഈ പല്ലിലേക്കാണ് ആ ഫോഴ്സ് വരുന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞ്? ആ പല്ലിലേക്ക് ആ ഫോഴ്സ് പറയുമ്പോൾ ആ പല്ല് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? റൈറ്റ് സൈഡിലേക്കാണ് ഫോഴ്സ് വരുന്നത് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഫോഴ്സ് വരുമ്പോൾ ഇതാ നോക്കി, ഇങ്ങോട്ട് ഫോഴ്സ് വരുമ്പോൾ ഈ പല്ലിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? റൈറ്റ് സൈഡിലേക്ക് അല്ലേ. നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ അറിയാം റൈറ്റ് സൈഡിലേക്കാണ് തമ്പ് വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ഇതിങ്ങനെ പൽചക്രമാണല്ലോ. അപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഈ മെർക്കുറി ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന പല്ലിലേക്കാണ് ഈ എന്താണ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ മൂവ് ചെയ്യും. ഇത് മൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ എങ്ങനെയായിരിക്കും? ഇതിലേക്ക് ഫോഴ്സ് വരുമ്പം ഈ സാധനം മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ദാ ഇങ്ങനെ, അതായത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അല്ലേ മൂവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നമ്മളെ നോർമലി വെച്ച് നോക്കും, നമ്മൾ ഫോഴ്സ് അതിലേക്ക് വരുവാണ്. ഫോഴ്സ് അതിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് മൂവ് ചെയ്യും. ഇത് മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അതായത് ഈ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അത് അവിടെ മൂവ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുമ്പോൾ ഇത് മൂവ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ റൈറ്റിലേക്ക് തന്നെയാണ്. അപ്പോൾ റൈറ്റിലേക്ക് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഇത് താഴോട്ടല്ല മൂവ് ചെയ്യുന്നത്. കാരണം ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ സെൻട്രൽ പോർഷനിലേക്കാണ്. അപ്പോൾ കറണ്ട് വന്നിരിക്കുന്നത് ഈ സെൻട്രൽ പോർഷനിലേക്കാണ്. അതായത് ഈ കറണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ താഴെയുള്ള ഭാഗത്തിലേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് മൂവ് ചെയ്യുന്ന ഈ റൈറ്റിലേക്ക് ഫോഴ്സ് വരും. അപ്പോൾ അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിച്ചാൽ മൂവ് ചെയ്യുന്ന ഈ ഫോഴ്സ് മൂലം ഇത് പൽചക്രം തിരിയുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു രീതിയിലായിരിക്കും. അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അത് തിരിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ്. പക്ഷെ ഇത് പൽചക്രം ആയതുകൊണ്ട് എങ്ങനെയാണ് അത് ആ ഫോഴ്സ് മൂലം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കേട്ടോ. ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇതുപോലൊരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നത്. അതിൽ ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും ഇതെങ്ങനെയാണ്? പൽചക്രം ആയതുകൊണ്ട് നമ്മളൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആവുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം റൈറ്റ് സൈഡിലേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പറയാം. ഇതൊരു പൽചക്രം ആയതുകൊണ്ട് അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. മനസ്സിലായല്ലോ? ഇതാ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. The tooth of the wheel remains in contact with the mercury. The battery is switched on. The current flows in the downward direction from
ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത് അല്ലെ, കറണ്ട് താഴോട്ട് പോകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ആണ്, അതായത് ഇൻ ടു ദ പേപ്പർ. നമ്മൾ പറയുമ്പോൾ എന്താണ്, ആ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് എന്ന് പറയാം അല്ലേ. ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട്സ് ടുവാർഡ്സ് റൈറ്റ്. അപ്പം മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെയാണ് റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ തമ്പ് റൈറ്റിലേക്കാണ് വരുന്നത്. ഡ്യൂ ടു ദിസ് ഫോഴ്സ് ദ ടൂത്ത് വിൽ ബി ഡിഫ്ലക്റ്റഡ് ടുവാർഡ്സ് റൈറ്റ്. അപ്പോൾ ആ ഫോഴ്സ് മൂലം ടൂത്ത് എങ്ങനെയാണ് റൈറ്റിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ആസ് എ റിസൾട്ട് the wheel moves in the anti-clockwise direction due to the force. ആ ഫോഴ്സ് മൂലം വീൽ എങ്ങനെയാണ് ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. നോക്കോട്ടെ, ചക്രത്തിന്റെ പല്ല് മെർക്കുറിയുമായി സമ്പർക്കത്തിൽ തുടരുന്നു. ബാറ്ററി ഓൺ ചെയ്യുമ്പോൾ കറന്റ് താഴോട്ടാണ് ഒഴുകുന്നത്. ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമം അനുസരിച്ചിട്ട് കാന്തിക മണ്ഡലം ദിശ വടക്കുന്നത് തെക്കോട്ടാണ്, അതായത് കടലാസിനകത്തേക്കുന്നോട്ട്. ഞാൻ ജസ്റ്റ് ആ പിക്ചറിന്റെ ബേസിൽ പറഞ്ഞിരിക്കുന്നതെന്നുള്ളൂ കേട്ടോ. നോർത്ത് ടു സൗത്ത് ആണ്. അപ്പോൾ ബലത്തിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കും, വലത്തോട്ട്, അതായത് തമ്പ് കാണിക്കുന്നത് വലത്തോട്ടായിരിക്കും. ഈ ബലം കാരണം ചക്രത്തിന്റെ പല്ല് വലത്തേക്ക് വ്യതിചലിക്കും. തൽഫലമായി ചക്രം അപ്രദക്ഷിണ ദിശയിൽ കറങ്ങുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് റൈറ്റിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ആ പൽചക്രത്തിൻ്റെ ആ പല്ല് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മെർക്കുറി ആയിട്ട് ആ പോർഷനിലേക്കാണ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഇത് പൽചക്രമായതുകൊണ്ട് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു. അപ്പോൾ ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിക്കുക കേട്ടോ. താങ്ക്